നമസ്കാരം. എന്തായാലും ഇന്ന് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ക്യാപ്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊരു നല്ല കാര്യമാണ്. എന്താ കാരണം വെച്ചാൽ ഞാൻ ശരിക്കും ആസ് എൻ ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റാണ്. അത് തന്നെ അതിൽ തന്നെ ഡിഗ്രി എടുത്ത് അതിനുശേഷമാണ് എൻ്റെ ഒരു പ്രൊഫഷൻ ഞാൻ കരിയർ ചെയ്യുന്നത്. ആ പ്രൊഫഷൻ വന്നെത്തിയത് ഫിലിം ഇൻഡസ്ട്രിയിൽ ആസ് എ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് ഇന്ന് അറിയുന്നു. അതിന് മുന്നേ ഞാൻ തുടങ്ങുന്ന കാലത്ത് ആസ് എൻ ആർട്ട് ഡയറക്ടർ. അപ്പോൾ ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പക്ഷേ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം അവൻ്റെ പച്ചയായിട്ട് അവൻ്റെ ഉള്ളിൽ വരുന്നൊരു അവൻ്റെ പൊളിറ്റിക്സ്, അവൻ്റെ സ്വയം അവൻ്റെ പ്രതികരണം, അവനെങ്ങനെയാണത് അവന് പറയാനുള്ള, സൊസൈറ്റിയോട് പറയാനുള്ള സംഭവങ്ങൾ അവനെങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരണം, അതിനുവേണ്ടി അവൻ ചെയ്യുന്നൊരു മീഡിയം ആണ് അവൻ്റെ പെയിൻറ്റിങ്സും അവൻ്റെ ഡ്രോയിങ്സും. അവിടെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരാളുടെ വാല്യൂ പ്ലസ് ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു കൊണ്ട് തന്നെ ഞാൻ വഴിമാറി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പ്രൊഫഷൻ സ്വീകരിച്ചത് ആർട്ടിനെ അപ്ലൈ ചെയ്യുന്ന സ്പേസിലേക്ക് ഞാൻ എത്തുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ആർട്ട് നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നു, ആ അപ്ലൈ ചെയ്യുന്ന സ്പേസിലേക്ക് ഞാൻ എത്തിപ്പെടുന്നു. ആ എത്തിപ്പെടുന്ന സ്ഥലം സിനിമയായി, വല്ല ഇൻറ്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ സ്പേസിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്നൊരു സ്പേസ് ആവുന്നു, അവിടേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു സെലിബ്രിറ്റി ആയി, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഇന്ത്യ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും എന്നെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥ വരുന്നത് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. മൊത്തം സൊസൈറ്റിയെ പറ്റിക്കുക, പറഞ്ഞ് പറ്റിക്കുക, അല്ലെ കാഴ്ച കൊണ്ട് പറ്റിച്ചുകൊണ്ടേയിരിക്കുക. അതായത് വിഷ്വൽ എന്ന് പറയുന്നത്, വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വിഷ്വലിൻ്റെ ലാംഗ്വേജ് എപ്പോഴും ചെയ്യുന്ന ഒരു സാധനം വെച്ചാൽ വിഷ്വൽ ഇപ്പം പല കേസ് ഹിസ്റ്ററിയിലായാലും ബാക്കിയെല്ലാം എവിഡൻസായി മാറാറുണ്ട്. അത് ഒറിജിനൽ ഫോട്ടോഗ്രാഫ്സ് ആണോ എന്ന് ഇപ്പം ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ വിഷ്വലിനെ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് വിഷ്വലിൻ്റെ എവിഡൻസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതെല്ലായ്പ്പോഴും ആസ് എ ക്രിയേറ്റഡ് ആണ്. അത് എന്താ പറയുക, നമ്മളുടെ മേക്ക് ബിലീവ് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതാണ് സിനിമ എന്ന് പറയുന്ന സാധ്യത. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ഒരു അതിൽ പ്രൊഡക്ഷൻ ഡിസൈനറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചിലർ ഡയറക്റ്റ് ചെയ്യുന്നു, അതിലെ കഥാപാത്രങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നു മാത്രം. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അവൻ്റെ ഇമാജിനറി വോയിസ് അല്ലെങ്കിൽ അവൻ്റെ ഇമാജിനേഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് തരുമ്പം നിങ്ങളത് ഒരു 2 മണിക്കൂർ നിങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കണം. അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം അത് വിശ്വാസ്യത ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ തോട്ടുമായിട്ട് ഇസ് എ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന സ്പേസ്, അത് ഞാൻ നിങ്ങളിങ്ങനെയാണ് പറ്റിച്ചത് എന്ന് പറയുന്നിടത്താണ് ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന സെക്കൻഡ് ടേമാണ്. അത് ഇത് അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. ആ ക്യൂരിയോസിറ്റി ഉണ്ടാകുമ്പോൾ എന്താവും, നമ്മൾ ചെയ്ത് ആ കണ്ട സാധനം അയ്യോ ഇതിങ്ങനെ ആയിരുന്നു, അപ്പോൾ നമ്മളതിൻ്റെ റിയലിസ്റ്റ് വേർഷനിലേക്ക് നമ്മൾ മാറും. അപ്പോൾ ഇത് നമ്മൾ റിയലായിട്ട് എന്തുകൊണ്ട് തോന്നുന്നു എന്നുള്ളതാണ്. തോന്നുന്നത് നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. നമ്മളെല്ലാവരെയും, അതായത് ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടം വരെ എത്തി ആൾക്കാരെ പറ്റിക്കാമല്ലേ എൻ്റെ സിനിമയുടെ ഒരു ജേണിയിലേക്ക് എത്തുമ്പോഴും ഒരു ആസ് എൻ ആർട്ട് ഡയറക്ടർ അല്ലെ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ഞാൻ മാറുമ്പം എനിക്കൊരു കഥ കേൾക്കുമ്പം ഒരാളെ എങ്ങനെ ഏത് രീതിയിൽ എങ്ങനെ ഉള്ളിലേക്ക് സംഭവങ്ങൾ കയറി വരുന്നത് എനിക്കെൻ്റെ യാത്രയിലൂടെ അല്ലെങ്കിൽ ഞാനിങ്ങനെ ഓരോ ദിവസവും ആസ് എ ലേണിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക് പോകുന്നതുകൊണ്ടാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും ഈ സ്ഥലവും ഇവിടുത്തെ ഒരു കുട്ടികളും ഇവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള പരിചയവും അതെല്ലാം എൻ്റെ ഒരു സ്റ്റഡിയുടെ ഭാഗമാണ്. ചിലപ്പോൾ ഇനി അടുത്തൊരു സിനിമയ്ക്ക് ഒരു കഥ ചിലപ്പം ഇതേപോലത്തെ ഒരു ക്യാമ്പസ് സിനിമയാണെങ്കിൽ പെട്ടെന്ന് എനിക്കിതെല്ലാം ഓർമ്മ വരും. ഇതെല്ലാം റീകളക്ട് ചെയ്യപ്പെടും ഞാൻ. അതാണ് എൻ്റെ ഒരു വേ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ഞാൻ പോകുന്ന വഴി അതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഓരോന്നുണ്ടാക്കുന്നതും നിങ്ങൾക്ക് മേക്ക് ബിലീവ് ആയിട്ട് ഫീൽ ചെയ്യണം. മാക്സിമം നമ്മൾ അതിന് വേണ്ടിയിട്ട് കൺകെട്ടിലൂടെ വളരെ വളരെ സ്റ്റഡി ആയിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടേബിളിൽ വെക്കുന്നൊരു കുപ്പിയോ ഒരു വാട്ടർ ബോട്ടിലോ അല്ല അതിന് വെക്കുന്ന പ്രോപ്സ് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കഥാപാത്രം അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന കഥാപാത്രം ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആ ഒരു കഥ പറയുന്നത് സത്യമായിട്ട് തോന്നും.
ആ സത്യമായിട്ട് തോന്നുന്നത് ഒരിക്കലും സത്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനുള്ള ഈ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണല്ലോ ഓരോ സിനിമയും വരുന്നത്. ഇല്ലെങ്കിൽ മാർക്കോ പോലത്തെ ഇപ്പോൾ കഴിഞ്ഞ ഹിറ്റായിട്ടുള്ള മാർക്കോ പോലത്തെ സിനിമയൊന്നും ഒരിക്കലും ജനങ്ങളുടെ ഇടയിലേക്ക് പോകില്ല. എന്ന് വെച്ചാൽ അപ്പം തന്നെ കത്രിക വെച്ച് സ്റ്റാർട്ട് ചെയ്ത് അയ്യോ ഇതൊക്കെ ഭയങ്കര ക്രൈമാണ് എന്ന് പറഞ്ഞിട്ട് പിടിച്ച് അകത്തേക്ക് ഇടും, ഇല്ലേ? ഇങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ ഇതെന്തുകൊണ്ടാണ്? സിനിമ അതാണ്. സിനിമ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ടുവന്ന് ചീറ്റിംഗ് ആണ്. ചീറ്റിംഗ് എന്ന് പറയുന്ന വാക്കിന് ചീറ്റിംഗ് എന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയുമ്പോൾ, നോർമലി പറയുമ്പം എന്ത് പറയും? ചീറ്റിംഗ് എന്ന വാക്ക് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ മാറ്റി നിർത്തും. പക്ഷേ സിനിമയിൽ ചീറ്റിംഗ് എന്ന് പറയുന്നത് ഹൈജീനാണ്. സിനിമയിൽ ചീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പക്വമായിട്ട് എങ്ങനെ പറ്റിക്കാം എന്നുള്ളതാണ്. അത് എൻ്റെ ഫസ്റ്റ് സിനിമ മുതൽ എൻ്റെ ലെസണിങ് അതായിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് ഈ സ്റ്റാർട്ട് ഉണ്ടാവുന്നത്. എങ്ങനെ ഇതേ ആൾക്കാരെ പറ്റിക്കാം എന്ന് പറയുന്നതിൻ്റെ കാരണം പരിമിതികളുണ്ട്. ഒരു വലിയൊരു സ്പേസ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ടെൻഷൻ അടിക്കും. അതേസമയം ഇതെന്തുകൊണ്ട് എങ്ങനെ പറ്റിക്കാൻ പറ്റുന്നത്? ഇതിപ്പോൾ ഈ ഒരു ഫ്രെയിം നമ്മൾ കാണും, ഇതൊരു 4 ഫ്രെയിമിൻ്റെ അകത്താണ് ഇതുള്ളത്. ഇതിനപ്പുറത്തും ഇപ്പുറത്തും വേറെയാണ്. അപ്പം നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം ഫ്രെയിമിൻ്റെ അകത്തായിരിക്കും. ഇപ്പം ഞാൻ കാണുന്നതിന് എനിക്ക് കൃത്യമായിട്ട് ഒരു ബോക്സ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തായിരിക്കാം ഞാൻ ഉണ്ടാക്കുന്ന, അല്ലെ ഞാൻ ഒരു ഡയറക്ടർക്കും ഒരു റൈറ്റർക്കും കൊടുക്കുന്ന ഒരു പ്രതലം എന്ന് പറയുന്നത്. അവിടെ ചിലപ്പം ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിലെ കറണ്ട് സിറ്റുവേഷനിലെ ഡ്രാമ ഇതിന് വേണ്ടിയിട്ടുള്ള കഥകളായിരിക്കാം, രീതിയായിരിക്കാം. അതല്ലെങ്കിൽ ഒരു പീരീഡ് ഡ്രാമയ്ക്ക് വേണ്ടി 80s, 60s, 50s ആയിരിക്കാം. അതൊരു വലിയൊരു സ്പേസ്, ഒരു വലിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല നമുക്ക്. അപ്പോൾ അവിടെ എന്താകും? ഈ 4 ഫ്രെയിമിനെ നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യും. ഇപ്പം ഈ 4 ഫ്രെയിമുകളാണ് നിങ്ങൾക്ക് ബിലീവായിട്ട് തോന്നുന്ന രീതിയിൽ നമ്മൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആദ്യത്തെ സാധനം എന്ന് പറയുന്നത്. 4 ഫ്രെയിമിൻ്റെ അകത്ത് എന്ത് വെച്ച് കഴിഞ്ഞാലും അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. അത് പിന്നീട് റീതിങ്ക് ചെയ്ത് നിങ്ങളോട് അതിൻ്റെ ഒരു സംഭവം ഞാൻ വീണ്ടും പറയുമ്പോഴാണ് ഇത് ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നതും ഒരു വോ ഫാക്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം, ഇത് എൻ്റെ ഒരു വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് വെറുതെ ഒന്ന് ഷെയർ ചെയ്യാം. എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ. എന്നുവെച്ചാൽ അത് വിഷ്വലിൻ്റെ ഒരു രീതി ആയതുകൊണ്ട്, വിഷ്വൽ ലാംഗ്വേജ് ആയതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്നും പറഞ്ഞാൽ തീരില്ലത്. അപ്പോൾ എന്നാലും ഇതിൻ്റെ ചെറിയ രീതിയിലൊരു അവബോധം തരാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എറണാകുളത്തുള്ള ഒരു ഗോഡൗൺ ആണ്, ഗോഡൗൺ സ്പേസാണ്. നല്ല, അതായത് അറൗണ്ട് ഒരു 6000 സ്ക്വയർ ഫീറ്റോളം വരുന്നൊരു ഗോഡൗൺ. ഈ ഗോഡൗൺ സ്പേസിലാണ് ഇറാഖിലെ തിക്രിത്ത് ഹോസ്പിറ്റൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഞാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഒരു സെക്കൻഡ് സ്ട്രക്ചർ പോലത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ലൈറ്റിംഗ് വരാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ മാത്രം ഒരു വിൻഡോ, അങ്ങനെ 2 സൈഡിൽ വിൻഡോസ് മാത്രമേ അതിനുള്ളൂ. പിന്നെ അവിടെ ഞാൻ വർക്ക് ചെയ്യാണ്. വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീടാണ് ഇത് ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ. ഇത് കഥാപാത്രങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്തെ നമ്മൾ അവിടുത്തെ കഥാപാത്രങ്ങൾ എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം, ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത്, ഇത് കൃത്യമായിട്ട് നമ്മൾ ഒരു പ്ലേ ഗ്രൗണ്ട് സ്റ്റേജ്, അതായത് ഡ്രാമയ്ക്ക് സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സെറ്റിൻ്റെ അകത്തുള്ള ഒരു ഗ്രൗണ്ട് ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഗ്രൗണ്ട് ലേ ഔട്ടിലാണ് നമ്മളിപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ വീട് എടുക്കുമ്പോൾ നമുക്കറിയാലോ അതിന് ലിവിങ് സ്പേസ് ഉണ്ട്. അകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ യൂട്ടിലിറ്റി കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ സ്ഥലവും നമ്മളൊരു ആർക്കിടെക്റ്റ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ ആദ്യമായിട്ട് ക്യാരക്ടറുകളുടെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് ഒരു സ്പേസിനെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിലിപ്പോൾ വെച്ചാൽ ഞാൻ മുകളിൽ കണ്ടിരിക്കുന്ന ഈ സീലിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്ന എല്ലാം ആ ഒരു 1 ഫ്ലോർ അറ്റംപ്റ്റ് മാത്രമേ ഉള്ളൂ. അവിടുന്ന് ഒരു ലാൻഡിങ് സ്പേസിൽ നിന്ന് ഇറങ്ങി വരാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ഫ്ലോറുകൾ ഉണ്ടാവും എന്ന് നമുക്ക് തോന്നിപ്പിക്കാൻ രീതിയിൽ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. 2, ഇതിന് ഇത്രയും ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഒരു ലിഫ്റ്റ്, അതൊരിക്കലും ഓപ്പൺ ആവില്ല. ലിഫ്റ്റ് എന്ന പ്രോസസ്സ് അങ്ങനെ കിടക്കുകയാണ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് സിനിമ ഒന്നുകൂടി എടുത്തിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ഇത് പറ്റിക്കാൻ
നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കും അത് തന്നെ ഉണ്ടായിരുന്നു. വെച്ചാൽ ഇത് മാത്രം ഉണ്ടാക്കി വെച്ചുകൊണ്ട് കാര്യമില്ല. ഇതിലിപ്പം നമുക്ക് ആ ഇറാഖിലുള്ള ആൾക്കാരുടെ ആ ഒരു കോസ്റ്റ്യൂം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഹോസ്പിറ്റൽ ആൾക്കാർ നേഴ്സുമാരുടെ ഇതായിരിക്കണം, ഡോക്ടേഴ്സിൻ്റെ കോസ്റ്റ്യൂം എല്ലാം. എന്നുവെച്ചാൽ ഇതിലെല്ലാം ഒന്നിച്ചു വന്നാൽ മാത്രമേ എന്താവുള്ളൂ, അത് അവിടെ നിൽക്കുന്നൊരു സ്ഥലം കൃത്യമായിട്ട് അതാണ് എന്ന് തോന്നുന്ന രീതിയിൽ മാറുള്ളൂ. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഓരോന്ന്, ഇപ്പം മെഡിസിൻ ആയാലും ഫയലായാലും ഈച്ചൻ്റെ വരും. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരു മുട്ടുസൂചി ആയാൽ പോലും അതിനൊരു ക്യാരക്ടർ ഉണ്ടാവണം. അതിൽ കൃത്യമായിട്ട് ആ സ്ഥലമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു വിശ്വാസം നമ്മളവിടെ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നമ്മൾ വിജയിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരിൽ അഭിനയിക്കാൻ വരുന്ന ആൾക്കാരും ആർട്ടിസ്റ്റുകളും ഈ ഫ്ലോറിൽ നിന്ന് പുറത്തേക്ക് കാണുമ്പോൾ അയ്യോ കേരളത്തിലാണോ എന്ന് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഫ്രെയിമിനപ്പുറം 4 ഫ്രെയിമുകൾ ഏത് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാലും ഫ്രെയിമുകളെ ഉണ്ടാക്കി കണ്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇതതിൻ്റെ ഒരു റൂമാണ്. റൂം സ്പേസിൻ്റെ ഷൂട്ടിൻ്റെ സമയം എടുത്തതാണ് ഞാൻ. ഇത് എക്സ്റ്റീരിയർ. പക്ഷേ ഇതെടുത്തിരിക്കുന്നത് കേരളത്തിലല്ല, ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ ഒരു രാമോജി ഫിലിം സിറ്റിയുടെ പുറത്തുള്ള ഒരു ബിൽഡിങ്ങാണിത്. ഈ ബിൽഡിങ്ങിൽ ഇത് എനിക്ക് യാത്രയിലൂടെ ഞാൻ കളക്ട് ചെയ്തൊരു സംഭവമായിരിക്കാം. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്തു, അത്തരം ഒരു ടെക്സ്ചറുള്ള മണ്ണ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു. അത് എവിടെയൊക്കെ വന്ന് നിൽക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കാണുന്നു. വണ്ടികൾ ഒരിക്കലും ഇത് ശരിക്കും നിങ്ങളെല്ലാവരും നന്നായിട്ട് പറ്റിച്ചാൽ ഞാൻ എന്താ കാരണം വെച്ചാൽ, ഒരു കാരണവശാലും ഇന്ത്യയിൽ ഡ്രൈവ് നോക്കിയാൽ മനസ്സിലാവും. അതിൽ പല സാധനങ്ങളും ഞാൻ അതിന് കണക്കായിട്ടാണ് പല ആംഗിളുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഡ്രൈവിങ് ഏത് ഭാഗത്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും കൂടി സിനിമ കാണുമ്പം ഇനിയിപ്പോൾ പ്ലസ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നതല്ലേ. എന്താ വെച്ചാൽ അതിൽ ഓടുന്ന ഒരു ബസ്, ഈ ആൾക്കാരെ കൊണ്ടുവരുന്നൊരു ബസ്സുണ്ട്. അത് തിക്രിത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഓടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ഈ ഹോസ്പിറ്റലിൻ്റെ ഏരിയയിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അതൊരിക്കലും ഇവിടെ വരുന്ന ബസ്, ഇതിൻ്റെ എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ റാസൽ ഖൈമയിലാണ്. റാസൽ ഖൈമ എക്സ്റ്റീരിയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടുത്തെ ഗോസ്റ്റ് സിറ്റി എന്ന് പറയുന്നൊരു ഏരിയ ആയിരുന്നു ഉപയോഗിച്ചത്. അതിൽ കാണുന്ന ദുബായിലുള്ള ബസ്സല്ല ഇത്, ഈ ബസ് തന്നെയാണ് നിങ്ങൾ അവിടെയും കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെയും ഒരു കൺകെട്ട് എന്നുള്ള രീതിയിൽ തന്നെ യൂസ് ചെയ്തിരിക്കുകയാണ് പലപ്പോഴും. എന്നുവെച്ചാൽ ഈ ബസ്സിൽ ഈ കാണുന്ന ഇവിടെയുള്ളൊരു ഗ്ലെയറിങ് ഉണ്ട്, സ്റ്റീൽ. അത് സിനിമയിൽ വളരെ ഇതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതൊരു ഗ്ലേസിങ് പാർട്ടാണ് അതിൻ്റെ. ആ പാർട്ട് മാത്രം ഞാൻ എടുത്തുകൊണ്ട് അത് ഇനി എവിടെ ലോകത്ത് എവിടെ ഏത് ബസ് കിട്ടിക്കഴിഞ്ഞാലും അതിനെ ഞാൻ ഒന്നുകൂടി ഡിസൈൻഡ് ആക്കിയിട്ട് അത് അതേപടി ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം നമ്മളുടെ ഒരു വിഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അതിലേക്കായിരിക്കും ശ്രദ്ധ പോവുക. അപ്പം അങ്ങനെ ഒരു കൺകെട്ടാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അതായത് വിഷ്വൽ കൺകെട്ട് നടത്തുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ ഒരു രീതിയിൽ അതും ചെയ്തിട്ടാണ് സിനിമ കൊണ്ടുവന്ന നാഷണൽ അവാർഡ് കിട്ടാൻ കാരണം. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നാട്ടുകാരെ പറ്റിക്കാൻ പറ്റി എന്നുള്ളതിലാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. ഇതും ഹൈദരാബാദ് തന്നെയാണ്, ഒരിക്കലും തിക്രിത്തിൻ്റെ ഒരു ഭാഗമല്ല ഇത്. ഇത് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ അവർ ISR പൊളിച്ചെടുക്കുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇതതിൻ്റെ ഒരു ICU ഏരിയയുടെ ഷൂട്ടിംഗ് സമയം. അണ്ടർഗ്രൗണ്ട് ഏരിയ സെയിം ഫ്ലോറിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സെയിം ഫ്ലോറിൽ സ്പേസ് മാറ്റിയിട്ട്, അല്ലാണ്ട് ഇത് അണ്ടർഗ്രൗണ്ടിലല്ല. 4 പില്ലറുകൾ മാത്രമേ ഉള്ളൂ. ബാക്ക് നിങ്ങൾ നേരത്തെ കണ്ട ചുമര് തന്നെയാണ്. ഈ മുന്നിൽ വെക്കുന്ന പില്ലേഴ്സ് മാത്രം ഞാൻ എക്സ്ട്രാ എടുത്ത് കൊണ്ടുവച്ചത്. അതൊരു 10 അടി 12 അടി ഹൈറ്റിലുള്ള പില്ലർ മാത്രമാണത്. ഒരിക്കലും അതിന് സീലിങ്ങോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നുവെച്ചാൽ അതിന് വേണ്ടി, ഈ ഷോട്ടിന് വേണ്ടി മാത്രമായിട്ട് റീക്രിയേറ്റ് ചെയ്തതാണ്. ഇത് റിയലിസ്റ്റിക് ആയിട്ട് വെച്ചാൽ ഇത്തരം നമ്മൾ ബ്ലാസ്റ്റുകളൊക്കെ റിയലായിട്ട് തന്നെ നടത്തിയിട്ട് അതിനെ എൻഹാൻസ് ചെയ്യുക ചെയ്തത്. അതായത് ടോട്ടലി CGക്കോ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചാൽ ഗ്രാഫിക്സിന് കൊടുക്കാതെ ചില സാധനങ്ങൾ നമ്മൾ തന്നെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ട് അതിനെ എൻഹാൻസ് ചെയ്ത് ഗ്രാഫിക്സിലൂടെ എൻഹാൻസ് ചെയ്ത് പോയത് ഇതിനാണുള്ളത്. ഇനി ഇതേപോലെ തന്നെ എൻ്റെ ഒരു അടുത്തൊരു സിനിമയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ സിനിമ. KTN കൊട്ടൂരിൻ്റെ ഞാൻ എന്ന് പറയുന്ന ഒരു സാധനം. ഇതിലൊരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം ഉണ്ടായിരുന്നു വെച്ചാൽ അതിൽ ജനങ്ങൾ ഞാൻ കൊടുത്തിരുന്നത് അത് 50s and 40s പഴയ കാലഘട്ടവും ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള 2000ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നുള്ള ആ ഒരു കാലഘട്ടമായിരുന്നു കാണിക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ അത് പടം ഒന്ന് കാണണം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നാണ്, ദുൽഖർ സൽമാൻ്റെയാണ്. KTN കൊട്ടൂരിൻ്റെ കഥ
ആസ്പദമാക്കിയിട്ട് എടുത്തൊരു പടമായിരുന്നത്. ഇത് അതിനുവേണ്ടി അതിൽ ദുൽഖറിൻ്റെ ഈ പ്രസൻറ്റ് കാലഘട്ടം 2000 കാലഘട്ടം ഉപയോഗിക്കുന്ന ഒരു കോഫി ഷോപ്പ് ഡിസൈൻ ചെയ്തതാണ്. ഇതൊരു കോഫി ഷോപ്പ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. പക്ഷെ അതിന് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ട് എപ്പോഴും നിലനിൽക്കുന്ന രീതിയിൽ ഒരു മോഡേൺ സ്വഭാവം വരണം എന്നുള്ളതുകൊണ്ടാണ് ഈ സ്ക്രാപ്പ് വേസ്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു കോഫി ഷോപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള തോട്ടിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരമൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ കാലഘട്ടം ഏതാണെന്ന് നമുക്ക് ഒരിക്കലും ഇന്ന് കണ്ടാലും അത് ഇന്ന് ചെയ്ത ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിന് ടൈമിങ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു തോട്ട് എടുത്തിട്ട് ചെയ്തത്. ഇത് ഞാൻ എടുക്കാനുള്ള കാരണമുണ്ട്. ഇത് നിങ്ങൾ ആ ടേക്ക് ഓഫ് കണ്ടാൽ തന്നെ, ടേക്ക് ഓഫിലേക്ക് തന്നെ വീണ്ടും വരാം. അതിലെടുത്തിരിക്കുന്നൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് റാസൽ കൈമയുടെ സ്ട്രീറ്റാണ്. റാസൽ കൈമയിലെ സ്ട്രീറ്റിലാണ് ഈ സാധനം ഷൂട്ട് ചെയ്യുന്നത്. റിയൽ സ്ട്രീറ്റിൽ തന്നെ ഒരു ചെറിയ നമ്മളൊരു പോക്കറ്റ് റോഡുകൾ തപ്പിയെടുത്ത് അതിൽ ഇതേപോലെ ക്രോസ് സംഭവങ്ങളുണ്ടാക്കി പോലീസ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ നിന്നാണ് ഈ കുട്ടി ഇതിൻ്റെ ലെവലിൽ ഓടി വരുന്നത്. ഇവൻ ഓടി വന്നതിന് ശേഷം പിന്നെ ഇവൻ ഓടുന്നത് ആദ്യ ഓട്ടം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനകത്ത്, അത് വിട്ടിരിക്കുന്നത് ഇവിടെ നമ്മളുടെ കലൂരുള്ള ഈ ഫ്ലോറിലായിരുന്നു. ഈ ഫ്ലോറിൽ നിന്ന് ഓടിയതിന് ശേഷം പിന്നെ അവൻ ഇതിൻ്റെ മുന്നിലാണ്, അതായത് ഈ ഫ്ലോറിൽ ഓടിയതിന് ശേഷമാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറിലാണ് ഓടുന്നത്, ഈ ബിൽഡിങ്ങിൻ്റെ, അതായത് ഈ ഹോസ്പിറ്റലിൻ്റെ എക്സ്റ്റീരിയർ. ഇത് ഹൈദരാബാദാണ്. അപ്പോൾ സെക്കൻഡ് സ്ലോട്ട് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എറണാകുളത്ത് ഓടി, അതിനുശേഷം ആ കുട്ടി സെയിം സീനാണ്, ഒറ്റ സീക്വൻസ്, ഇൻ്റർവെൽ പഞ്ച് വരുന്ന സീക്വൻസ്. പിന്നെ ആ കുട്ടിയുടെ കണ്ടിന്യൂഷൻ ഓട്ടം എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയുടെ അകത്തോടി അതിനുശേഷം ഇവൻ ഓടുന്നതാണ് ഇപ്പോൾ ലാസ്റ്റ് കണ്ടിരിക്കുന്ന റാസൽ കൈമയിൽ. അപ്പോൾ ഇവിടെ അത്രമാത്രം ക്രൂരമായിട്ട് നിങ്ങളെ പറ്റിച്ചതിനാണ് അത് കൃത്യമായിട്ട്. ഇപ്പോഴാണ് നിങ്ങൾക്ക് ആ ക്യൂരിയോസിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും, ഇപ്പം സിനിമ എന്ന് പറയുന്നതിൻ്റെ ഓരോ വിഷനും അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഓരോ കഥാപാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയും വലിയൊരു സ്ഥലത്തായിരിക്കാം ചിലപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റൂമിനെ ഒരു കോർണർ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് ചെയ്തിട്ട് അത് സിനിമയ്ക്ക് വേണ്ടി, സിനിമയുടെ ഒരു രീതി അങ്ങനെ ആയതുകൊണ്ട്, അല്ലെ പ്രൊഡക്ഷൻ ഡിസൈൻ്റെ ഒരു രീതി അങ്ങനെ ആയതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ പറയുന്നത് പറ്റിക്കലാണ് സിനിമ. ആ പറ്റിക്കലിന് ഏറ്റവും കൂടുതൽ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്ന ഒരു സ്ഥലം വേറെ ഇല്ല. എന്നുവെച്ചാൽ ആർട്ട് എന്നുള്ള സ്ഥലം ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ നിങ്ങളെ പറ്റിക്കുക, ആ പറ്റിക്കലിന് ഏറ്റവും നല്ല പറ്റിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ അംഗീകരിക്കുക. അപ്പോൾ അങ്ങനെ ഒരിക്കലും വേറെ എവിടെയും കാണില്ലല്ലോ, അത് നമുക്ക് മാത്രമേ പ്രിവിലേജാണ്. അപ്പോൾ ഇതിന് മാത്രമേ അത് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി ഒരു സ്ഥലത്തും നമുക്കത് പറയാൻ പറ്റില്ല, ഞാൻ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്ന ഒരാളാണ് എന്നെനിക്ക് ഇത്ര നെഞ്ചു വെച്ച് പറയാൻ ഒരിക്കലും പറ്റില്ലല്ലോ. അത് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, ഈ സിനിമ എന്ന് പറയുന്ന മീഡിയത്തിൽ ഇങ്ങനെയുള്ള ഈ ആർട്ടിനെ ഇത്തരം രീതിയിൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ, ഇപ്പം ഇങ്ങനൊരു സ്റ്റേജ്, ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഒരു സ്റ്റേജാണ് എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടതെങ്കിൽ ആ ഷൂട്ട് ചെയ്യുന്നത് ഒരു 4 ഫ്രെയിമിൻ്റെ അകത്താക്കിയിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിലെന്ത് വേണം എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി നോക്കുക. അല്ലാതെ ഇപ്പം അറിയാലോ, പല സാധനങ്ങളും പണ്ട് മുതൽ തുടങ്ങിയതായത് എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ പറ്റിക്കൽ. എന്ന് വെച്ചാൽ അന്ന് പറ്റിച്ചുകൊണ്ടിരുന്നത് ഫ്ലോറിൽ വെച്ചിട്ടായിരുന്നു, ഫ്ലോറുകളിൽ എല്ലാം സെറ്റ് ഇട്ടിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. പിന്നെ അത് റിയൽ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കുറച്ചും കൂടി ഒരു മേക്ക് ബിലീവ് എന്ന് പറയുന്ന സാധനം റീക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയവരാണ് ഇത് ഔട്ട്ഡോറിലേക്ക് സിനിമ മാറിയത്. ഈ ഔട്ട്ഡോറിലും ഇപ്പം ആൾക്കാർക്ക് പോകാനും പിന്നെ ആർട്ടിസ്റ്റുകൾ എത്തിക്കാനും അവരുടെ ഒരു കംഫർട്ട് സോൺ, നമുക്ക് എല്ലാവരെയും എത്തിച്ച് ഷൂട്ട് ചെയ്യാനുള്ളൊരു കംഫർട്ട് സോൺ ഇല്ലാത്ത സമയത്ത് പല ഭാഗങ്ങളും ഇപ്പം സെറ്റിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. അത് ഓരോ സിനിമകളും ഇപ്പം ഓരോ രീതിയിലും ഇപ്പം അങ്ങനെയാണ് എല്ലാ സിനിമകളും പോകുന്നത്. അപ്പം ആ രീതിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ പറ്റിയ എനിക്ക് ഭയങ്കര ഹാറ്റ്സ് ഓഫ് ആയിട്ട് തോന്നുന്നു എനിക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ അംഗീകരിക്കുന്നതും ഞാൻ എന്നെ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നതും എല്ലാവരെയും പറ്റിച്ചു എന്ന് പറയുന്നതുകൊണ്ട് തന്നെയാണ്. എന്നുവെച്ചാൽ അങ്ങനെ ജീവിക്കുമ്പം നമുക്കൊരു സുഖമുണ്ട്. എന്നുവെച്ചാൽ അത് റിയൽ ലൈഫിലല്ല, ഇതേ രീതിയിൽ എന്നുവെച്ചാൽ ആർട്ട് കൊണ്ട്, കല കൊണ്ട് നിങ്ങളെ ബിലീവ് ചെയ്യിക്കുക, നിങ്ങളെ തോന്നിപ്പിക്കുക, നിങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കി ഒന്ന് ഫീൽ ചെയ്യിക്കുക എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എന്തായാലും ചെറിയ രീതിയിലെങ്കിലും ചെറിയ സമയത്തിനിടയ്ക്ക് ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ എനിക്ക് ഭയങ്കര സന്തോഷം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്കഷൻ ഭാഗത്തുമായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കാം, അതിന് ഉത്തരം തരിക ചെയ്യാം.